അതേ നോക്കിയേ, നല്ല അടിപൊളി ക്യാരറ്റ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനെന്താ പരിപാടി, ഉപ്പേരി വയ്ക്കുമോ? അല്ലാന്നേ. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുക്കാവേ. ആ കുടൂസൊക്കെ ഫോൺ ശരിക്കും പിടിക്കും മുത്തേ. അപ്പോൾ നീളത്തിലേട്ടോ ഇതെങ്ങനെയാണ് മുറിച്ചെടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആ കുടൂസിൻ്റെ അടുത്ത് നിന്ന് ഒന്ന് ഫോൺ മേടിക്കട്ടെ, അവനത് ഇളക്കി കളിക്കുക. അപ്പോൾ ഇതുപോലെ തൊലി കളഞ്ഞ് നീളത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ പരിപാടി എന്ന്. ഇപ്പം പറഞ്ഞുതരാവേ, ഒരു മിനിറ്റ്. ഇത് നമ്മളെ കടലപ്പൊടി കേട്ടോ. കടലപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് കോൺഫ്ലവർ ഇല്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ 1 മിനിറ്റ് പറഞ്ഞു. ആ കുടൂസിൻ്റെ അടുത്ത് ഫോൺ മേടിച്ച് പിടിച്ച് അവൻ ഇളക്കി കിടക്കുക ഫോണ്. പിന്നെ ഇതിൽ വേണ്ട ഒരു ഇത്തിരി ചുവന്ന മുളക്, അര ടീസ്പൂൺ കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുവാണ്, നമ്മൾ ഈ ബജ്ജി മുളക് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇത് മല്ലിച്ചപ്പും നമ്മളെ കറിവേപ്പിലയും കൂടിയിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ബജ്ജി മുളക് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? പക്ഷേ അതിന് പകരം നിങ്ങൾ ക്യാരറ്റ് വെച്ച് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ക്യാരറ്റ് വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ പൊന്നും മക്കളെ, ടേസ്റ്റ് അടിപൊളിയാട്ടോ. എന്ത് രസമാണെന്നോ. നമുക്ക് ഇതേ ലൂസിൽ വേണം കേട്ടോ. ഇതേ ലൂസിലാണ്, നിങ്ങൾ കണ്ടില്ലേ, നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ആക്കിയെടുക്കണേ. അപ്പോൾ ഒരു ചട്ടി വയ്ക്കുന്നു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണയോ പാം ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിലേക്ക് നമുക്ക് മാവിൽ മുക്കിയിട്ട് ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഈ ബജ്ജി മുളക് കഴിച്ചിട്ടുണ്ടോ? ആ ബജ്ജി മുളകൊക്കെ ഇതിൻ്റെ ബേക്കിൽ നിൽക്കും. എൻ്റെ പൊന്നും മക്കളെ, ഇതിൻ്റെ ടേസ്റ്റ് അപാര ടേസ്റ്റ്. ഇതിനൊരു ചട്നിയും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഇതൊരു സ്ഥലത്തുനിന്ന് കഴിച്ചു. ഒരു പ്രാവശ്യം വന്ന് വീട്ടിൽ നിന്ന് ചുമ്മാ ഉണ്ടാക്കി നോക്കി. അന്ന് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ശേഷം പിന്നെയും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ. ക്യാരറ്റ് കിട്ടിയാലൊക്കെ വൈകുന്നേരത്തെ 4 മണിക്ക് ചായക്ക് ഞങ്ങളിതുണ്ടാക്കും. എന്ത് ടേസ്റ്റാണെന്നറിയോ. ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഇതുപോലെയും. അപ്പം നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ച് കോരിയെടുക്കാം കേട്ടോ. പിന്നെ നന്നായിട്ട് പൊരിഞ്ഞ് വരുമ്പം നമുക്കിത് കോരിയെടുക്കുക, തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാം ഓയിലാണെങ്കിൽ പാം ഓയിൽ പൊരിച്ചെടുക്കുക, അല്ല വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണ പൊരിച്ചെടുക്കുക. ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ പൊരിച്ചെടുക്കുന്നത്. ആ കുടൂസിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളൊക്കെ വിട്ട് വരുമ്പം ഇന്ന് ഇവിടെ തന്നെ ഉണ്ട് ആശാൻ. അപ്പം കാത്തു നിൽക്കുമോ ഇതുണ്ടായിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട്, കഴിക്കാൻ വേണ്ടിയിട്ട്, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പടച്ചോനറിയാം. പക്ഷെ മക്കളെ, എന്താ പറയുക, അപാര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഒരൊറ്റ വട്ടം, മത്തിക്ക് പണിയൊന്നുമില്ലല്ലോ. അപ്പം ബാക്കിയുള്ളതൊക്കെ ഞാൻ പൊരിച്ച് കോരിയെടുക്കട്ടെ കേട്ടോ. കാരണം അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചട്നിയും കൂടി ഞാൻ പറഞ്ഞുതരാം. ആ ചട്നിയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ. ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഒരു സാധനം കൂടി ഉണ്ടാവും നമ്മളെ വീട്ടിൽ, എന്തെന്നാ, ബീട്രൂട്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞേക്കാം. നമ്മൾ ഈ നെയ്ച്ചോറിനൊക്കെ ചിലപ്പോൾ അതുപോലെ ഒരു ചട്നി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം അതും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. അത് ഇതിനോട് ഏറ്റവും നല്ലത് എന്താ പറയുക, ക്യാരറ്റിൻ്റെ കൂടെ ബീട്രൂട്ട് ചട്നിയാണ് ഏറ്റവും. അതായത് പച്ച ബീട്രൂട്ട് തൊലി കളഞ്ഞത്, പിന്നെ 2 കാന്താരി മുളക്, പാകത്തിനുള്ള ഉപ്പ്. എന്നിട്ട് ഇത് മിക്സിയിലൊന്ന് ചതച്ചെടുക്കുക നമുക്ക് കേട്ടോ. ഇങ്ങനെ തന്നെ 2 കാന്താരി മുളകിലെ പച്ചമുളക്. എന്നിട്ട് ഇതിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് മക്കളെ ഇതൊന്ന് കഴിച്ച് നോക്ക്. ഈ ക്യാരറ്റും ഇതും കൂടി ബീട്രൂട്ടിൻ്റെ ഇതിൽ മുക്കി കഴിക്കുമ്പോൾ എൻ്റെ പൊന്നുമക്കളെ, ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപാര ടേസ്റ്റാണ്. അപ്പം ഞാൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇത് കഴിക്കട്ടെ എൻ്റെ പൊന്നുമക്കളെ. എൻ്റെ ആ കുടൂസ് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരൂ കേട്ടോ. ബൈ.